ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വെണ്ടക്ക മസാലക്കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വെണ്ടക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെണ്ടക്ക നല്ലൊന്ന് വാട്ടിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഏകദേശം ഒരു ഫ്രൈ ആക്കി എടുക്കുന്ന അതേ ഇതിൽ തന്നെ വാട്ടിയെടുക്കണം കേട്ടോ. ഇനി വെണ്ടക്ക ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് 1/2 ടീസ്പൂൺ ഉലുവയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലൊന്ന് വാടി വരട്ടെ. ഇനി ഇത് നല്ലതുപോലെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ ഇപ്പോൾ നല്ലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ വെണ്ടക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യും.